ഫിറോസ്ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ആശംസകൾ അറിയിക്കാറ്? പല ആളുകളും ചെയ്യുന്നത് അവരുടെ ജസ്റ്റ് വാട്സപ്പിൽ ഹാപ്പി ബർത്ത്ഡേ അയാളുടെ പേര് എഴുതും, ഒന്നോ രണ്ടോ മൂന്നോ നല്ല ഇമോജികൾ ഇട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അതിന് പകരം അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ സാധിക്കും. ഒരു AI വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി അടിപൊളിയായിട്ട് അവരുടെ ഫോട്ടോയും അവരുടെ വയസ്സും അതുപോലെ തന്നെ ഒരു കേക്കിന്റെ ഉള്ളിൽ അവരെ സെറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ കൂടെ ഒരു കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലിങ്കിനുള്ളിൽ ലിങ്ക് 1 എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അതിനൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്രോംപ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്കിന് താഴെ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ആ വെബ്സൈറ്റിനുള്ളിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. അവിടെ ആ കൂട്ടുകാരുടെ പേര് എഴുതി കൊടുക്കുക, കൂട്ടുകാരുടെ വയസ്സ് എഴുതി കൊടുക്കുക. അത് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾ മനസ്സിലായി കാണുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ ലഭിക്കും. അതിനുശേഷം രണ്ടാമത്തെ ലിങ്ക് 1 എന്നുള്ള ഇതിന് ശേഷം താഴെ ലിങ്ക് 2 എന്ന് കാണിക്കും. അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിനുശേഷം നിങ്ങൾ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോയും അതിലേക്ക് ആയി കഴിഞ്ഞു. അയാളുടെ വയസ്സ് അങ്ങനെ സിമ്പിൾ ആയി ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്ക്. പറയുമ്പോൾ കൂടുതലായി തോന്നും എങ്കിലും ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. 2 വെബ്സൈറ്റ് ലിങ്കും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി എങ്ങനെ അതിന്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വാട്സപ്പിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൂട്ടുകാർക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കൽ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ സെൻഡ് ചെയ്യും. ഇത്ര എല്ലാവരും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അതിന് പകരം നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതുപോലെ എൻ്റെ ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ വയസ്സും എൻ്റെ പേരും വെച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നത് വീഡിയോക്ക് കൂടെ ചേർത്തുള്ള ആദ്യത്തെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതുപോലെ ഇതിലേക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ പ്രോംപ്റ്റ് ഞാൻ തൽക്കാലം എൻ്റെ കമൻറ്റ് ബോക്സിൽ വെക്കാം. ജസ്റ്റ് ആ പ്രോംപ്റ്റ് എടുക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രോംപ്റ്റ്, ഈ പ്രോംപ്റ്റ് നമ്മളവിടെ എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ നെയിം എന്നുള്ള ഭാഗം കാണാതിരിക്കും. ഇവിടെ നമ്മുടെ പേര് എഴുതി കൊടുക്കണം. ഈ കാണുന്ന സ്ഥലത്ത് ആരുടെ ബർത്ത്ഡേക്കാണ് നിങ്ങൾ വിഷ് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. അവിടെയുള്ള നെയിം എന്നുള്ളത് മായ്ക്കുക. ഇവിടെ പേര് എഴുതി കൊടുക്കുക. തൽക്കാലം മുനീർ ഫിറോസ് എന്ന് എഴുതുന്നു. ഓക്കെ, മുനീർ എന്ന് എഴുതണം. ശരിക്കും മുനീർ ഇതിൻ്റെ അടുത്തില്ല, ഫോട്ടോ ഇല്ല തൽക്കാലം. ഓക്കെ, ഫിറോസ് ദാദു എന്ന് എഴുതി. ഇനി ഇവിടെ ഏജ് എത്രയാണ് ആ ഏജ് എഴുതി കൊടുക്കുക. എൻ്റെ ഇപ്പോൾ 40 ആണ്. 40 കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ആക്കി തരും. ഒരു 4 ഫോട്ടോ തരും. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണോ അതിന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 4 ഫോട്ടോ വന്നു കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് എനിക്ക് രസമായി തോന്നിയത് 4ാമത്തെ ഈ ഫോട്ടോ ആണ്. താഴത്തൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് തിരഞ്ഞെടുക്കാം. ഞാൻ തൽക്കാലം എൻ്റെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ലോങ് പ്രസ് നിൽക്കുക. ഫോട്ടോത്തിന് മുകളിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഇനി വീണ്ടും നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടാമതൊരു ലിങ്ക് കിട്ടും. ആ രണ്ടാമത്തെ ലിങ്കിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയും ലിങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ലിങ്കിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ ഫേസ് സ്വൈപ്പ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ആദ്യമായി എടുത്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഈ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഭാഗത്ത് ഈ അപ്ലോഡ് സ്വൈപ്പ് ഇമേജ് എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ, ആരുടെ ഫോട്ടോ ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഫോട്ടോ നിങ്ങളോട് സെലക്ട് ചെയ്യും. തൽക്കാലം എൻ്റെ ഫോട്ടോ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, എൻ്റെ ഈ ഫോട്ടോ ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്വൈപ്പ് 1 ക്രെഡിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ ആയി കഴിയും. വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ അവരുടെ പേരിൽ അവരുടെ ഫോട്ടോയും അവരുടെ പേരും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ആശംസ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, എത്തിക്കഴിഞ്ഞോ. ഇതിപ്പോൾ എൻ്റെ മുഖമായി മാറി. ചെറിയ രീതിയിലെങ്കിലും എൻ്റെ മുഖമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരുണ്ട്, 40 ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്,